എന്താണ് ഒരു ആക്റ്റീവ് ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ പാസീവ് ഇൻസ്റ്റാളേഷനുമായിട്ട് ആക്റ്റീവ് ഇൻസ്റ്റാളേഷൻ എന്താണ് ഇത്ര ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, ഔട്ട്പുട്ടിൽ എങ്ങനെയാണ് വ്യത്യാസം എന്നുള്ളത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒരു 2-way ആക്റ്റീവ് അല്ലെങ്കിൽ 2-way പാസീവ്, അതുപോലെ 3-way ആക്റ്റീവ് അല്ലെങ്കിൽ 3-way പാസീവ്, ഇത് തമ്മിലുള്ള വ്യത്യാസം. ഹായ്, ദിസ് ഇസ് ഷജസ് ഫ്രം ട്യൂണപ്രോ ഓഡിയോ. നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്, നമുക്ക് ഒരുപാട് മെസ്സേജസും കോൾസും വരുന്നുണ്ട്. എന്താണ് ഒരു ആക്റ്റീവ് ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ പാസീവ് ഇൻസ്റ്റാളേഷനുമായിട്ട് ആക്റ്റീവ് ഇൻസ്റ്റാളേഷൻ എന്താണ് ഇത്ര ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, ഔട്ട്പുട്ടിൽ എങ്ങനെയാണ് വ്യത്യാസം എന്നുള്ളത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു 2-way ആക്റ്റീവ് അല്ലെങ്കിൽ 2-way പാസീവ്, അതുപോലെ 3-way ആക്റ്റീവ് അല്ലെങ്കിൽ 3-way പാസീവ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്നുള്ളത് കുറേ കസ്റ്റമേഴ്സ് നമുക്ക് പറഞ്ഞു കൊടുത്തു. ഇത് ഇൻസ്റ്റാളേഷനിൽ ഇങ്ങനെയാണ് വ്യത്യാസം, ട്യൂൺ ചെയ്യുമ്പോഴുള്ള ഇൻഡിവിജ്വലി കണക്ഷൻസ് ആണ്, സെപ്പറേറ്റ് ക്രോസ് ഓവർ ആണ്, ഇതെല്ലാം പറഞ്ഞു കൊടുത്തെങ്കിലും എഗെയിൻ ഈ ക്വസ്റ്റ്യൻസ് പിന്നെയും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഡെമോ പോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്താണ് ഒരു ആക്റ്റീവിൽ ഉള്ള വ്യത്യാസം അല്ലെങ്കിൽ പാസീവിലുള്ള വ്യത്യാസം എന്നുള്ളത് ഏകദേശം ധാരണയാവും. ഇത് ട്യൂണിങ്ങിൽ എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളതും ഇത് ഏകദേശം വീഡിയോ കാണുമ്പോൾ ഒന്ന് മനസ്സിലാക്കും. ഇതാണ് ഒരു 3-way പാസീവ് ഇൻസ്റ്റാളേഷൻ്റെ സെക്ഷൻ വരുന്നത്. എന്ന് വെച്ചാൽ ഒരു ആംപ്ലിഫയർ അല്ലെങ്കിൽ DSP ആംപ്ലിഫയർ ഉണ്ട്, അതിൽ നിന്ന് വരുന്ന സിംഗിൾ ചാനൽ, ഒരു ക്രോസ് ഓവർ, ദെൻ 3 സ്പീക്കേഴ്സ്, 3-way സ്പീക്കേഴ്സ്, അതിൽ മിഡ് ബേസ് ഉണ്ട്, മിഡ് ഉണ്ട്, ട്യൂട്ടർ വരുന്നുണ്ട്, ഹൈ ഫ്രീക്വൻസി വരുന്നുണ്ട്. സോ ഇപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ പാസീവ് എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ആംപ്ലിഫയറിന് ഒരു സിംഗിൾ കേബിളാണ് ഈ ക്രോസ് ഓവറിൻ്റെ ഇൻപുട്ടിലോട്ട് വരുന്നത്. സോ നമുക്ക് ഇത് മാത്രമേ ട്യൂൺ ചെയ്യാനോ ടൈം അലൈൻമെൻറ്റ് ചെയ്യാനോ എന്ത് ചെയ്യണമെങ്കിലും ഈ DSPയിൽ നിന്നോ ഹെഡ് യൂണിറ്റിൽ നിന്നോ അല്ലെങ്കിൽ ആംപ്ലിഫയറിൽ നിന്നോ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരൊറ്റ സിംഗിൾ കേബിൾ മാത്രമേ നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് ഇവിടെ വരുന്നു. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി പ്രീസെറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കമ്പനി തന്നെ. ഇപ്പോൾ ഓരോ കമ്പനികളും അതിൻ്റേതായ രീതിയിൽ ഓരോ ഡ്രൈവേഴ്സിൻ്റെ കേപ്പബിലിറ്റി അനുസരിച്ച് ഇതിനകത്ത് ഓൾറെഡി പ്രീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്യൂട്ടറിൻ്റെ ഫ്രീക്വൻസി എന്താണ്, മിഡിൻ്റെ ഫ്രീക്വൻസീസ് എത്രയാണ്, അല്ലെങ്കിൽ മിഡ് ബേസിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്നുള്ളതെല്ലാം ഓൾറെഡി ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന സിഗ്നൽ ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രീക്വൻസി പ്രകാരം ഈ സ്പീക്കറിലോട്ട് എത്തുന്നു. സോ ഈ 3-way ഇങ്ങനെ വർക്ക് ചെയ്യും. ട്യൂട്ടറിൻ്റെ കണക്ഷൻ ഉണ്ട്, മിഡിൻ്റെ കണക്ഷൻ ഉണ്ട്, ദെൻ മിഡ് ബേസ്, ഇതിൻ്റെ എല്ലാ കണക്ഷൻസും ഇവിടെയാണ് തീരുമാനിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ചില ക്രോസ് ഓവറിലത്തെ എല്ലാം സ്വിച്ചസ് ഉണ്ടാവും, സ്ലോപ്പ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാവുന്നു, പക്ഷേ ഫ്രീക്വൻസീസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ എന്താണോ കൊടുക്കുന്നത് അതനുസരിച്ച് ഇവിടുന്ന് കൺവേർട്ട് ചെയ്ത് ഈ സ്പീക്കറിലോട്ട് എത്തുന്നു. ഇതാണ് ഒരു പാസീവ് ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ DSPന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 32 ബാൻഡ് ഈക്വലൈസർ ഉണ്ടെന്ന് കരുതുക. അത് ഈ ഒരു കേബിളിൽ മാത്രമേ ട്യൂൺ ചെയ്യൂ. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 സ്പീക്കേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ക്രോസ് ഓവറാണ്. ഈ ക്രോസ് ഓവറിനെ മാത്രമേ നമുക്ക് ട്യൂൺ ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, ടൈം അലൈൻമെൻറ്റ് ഇടാൻ പറ്റുള്ളൂ. അതെന്താണോ ഇവിടെ ഇടുന്നത് അതനുസരിച്ച് ഇത് ഈ 3 സ്പീക്കേഴ്സിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. ഇവിടെ നമ്മൾ എന്താണോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മളിവിടെ എന്താണോ ട്യൂൺ ചെയ്യുന്ന ടൈം അലൈൻമെൻറ്റ്, ക്രോസ് ഓവർ, ഫ്രീക്വൻസി എന്തിട്ട് കഴിഞ്ഞാലും അത് ഈ ക്രോസ് ഓവർ വഴി ഈ സ്പീക്കേഴ്സിനെ റിഫ്ലക്റ്റ് ചെയ്യും. ഇതൊരു പാസീവ് ഇൻസ്റ്റാളേഷൻ. ഇതിൽ നമുക്ക് കൂടുതൽ ഒന്നും ചെയ്യാനോ ട്യൂൺ ചെയ്യാനോ ഒന്നിനും സൊല്യൂഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പാസീവ് ഇൻസ്റ്റാളേഷൻ വരുന്നത്. ആംപ്ലിഫയർ, ക്രോസ് ഓവർ ആൻഡ് 3-way സ്പീക്കർ. 3-way ആണെങ്കിൽ 3-way, അതല്ലെങ്കിൽ 2-way ആകുമ്പോൾ മിഡ് റേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഒരു 2-way പാസീവ് ഇൻസ്റ്റാളേഷൻ നോർമലായിട്ട് വരുന്നത്. ഇനി നമുക്ക് ആക്റ്റീവ് ഇൻസ്റ്റാളേഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു 3-way ആക്റ്റീവ് ഇൻസ്റ്റാളേഷൻ വരുന്നത്. എന്നുവെച്ചാൽ ഇതൊരു DSP ആംപ്ലിഫയർ ആണ്. ഇപ്പോൾ ആംപ്ലിഫയർ, നോർമൽ ആംപ്ലിഫയറിൽ നമുക്കിത് ആക്റ്റീവ് ചെയ്യാൻ പറ്റില്ല, കാരണം ക്രോസ് ഓവർ എല്ലാം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ DSP ആംപ്ലിഫയർ വേണം. സോ ഇതൊരു DSP ആംപ്ലിഫയർ ആണ്. ഇതിൽ നിന്ന് ആണ് കണക്ഷൻസ് എല്ലാം ഇൻഡിവിജ്വലി ആണ് പോകുന്നത്. ഇപ്പോൾ മിഡ് ബേസിലേക്ക് സെപ്പറേറ്റ് കണക്ഷനാണ് പോകുന്നത്. നേരത്തെ നമ്മൾ കണ്ടു, ക്രോസ് ഓവറിൽ നിന്ന് ഒരു സിഗ്നൽ ഇൻപുട്ട് വന്ന് ആ ക്രോസ് ഓവറിൽ നിന്നാണ് ബാക്കി എല്ലാത്തിലോട്ടും പോകുന്നത്. സോ ഇവിടെ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ഈ DSP ആംപ്ലിഫയറിൽ നിന്ന് മിഡ് ബേസിലോട്ടൊരു കണക്ഷൻ, ആൻഡ് മിഡിലോട്ട് അടുത്തത്, ട്യൂട്ടറിലോട്ട് അടുത്തത്. ഇതുപോലെയുള്ള ഇൻസ്റ്റാളേഷനിൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ എല്ലാം ഇൻഡിവിജ്വൽ ഈ വരുന്ന 3 ഡ്രൈവേഴ്സിന്, ഇപ്പോൾ 3-way ആണെങ്കിലും 4-way ആണെങ്കിലും ഇതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ച് ഈ DSPക്കകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 80 to 300 ആണ്, അല്ലെങ്കിൽ 80 to 400 എന്താണെങ്കിലും നമുക്ക് വേണ്ട രീതിയിൽ ഇതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് മാനുവലായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിടാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ സ്ലോപ്പ് എന്ത് ഈക്വലൈസറാണ്, ഇപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു ഡ്രൈവറിന് മാത്രം 32 ബാൻഡ് ഈക്വലൈസർ കിട്ടും. ഒരു ചാനൽ കൊടുക്കുമ്പോൾ ചാനൽ 1 എന്ന് പറയുന്നത് ഫ്രണ്ട് ലെഫ്റ്റ് ട്യൂട്ടർ ആയിരിക്കും.
സോ ഇതിന് നമുക്ക് 32 ബാൻഡ് ഈക്വലൈസർ കിട്ടും. അതുപോലെ തന്നെ എല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത്. ഒരു ഡിജിറ്റൽ സൗണ്ട് പ്രോസസ്സർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ ആക്റ്റീവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പ്രോഗ്രാമിംഗ് എല്ലാം വരുന്നത് DSPക്കകത്താണ്. ഒന്നുകിൽ DSP ആംപ്ലിഫയർ, അതല്ലെങ്കിൽ DSP സെപ്പറേറ്റ്, ആംപ്ലിഫയർ സെപ്പറേറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആക്റ്റീവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഒരു ആക്റ്റീവ് സെറ്റപ്പും പാസീവ് സെറ്റപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു DSP ആംപ്ലിഫയറിൻ്റെ സോഫ്റ്റ്വെയർ വരുന്നത്. ഇപ്പോൾ ഇവിടെ 1 മുതൽ ഏകദേശം 1 to 14 ചാനലുണ്ട്. ഇതിനകത്ത് 12 ചാനൽ ആംപ്ലിഫയറും ബാക്കി 13-14 ഒന്ന് പ്രീ ഔട്ടാണ്. സബ്വൂഫറിലോട്ട് അടുത്ത ആംപ്ലിഫയർ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ പാസീവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു ആംപ്ലിഫയർ, സിംഗിൾ ആംപ്ലിഫയർ ഒരു ചാനലാണെങ്കിൽ ഇതിൽ നിന്ന് നേരെ ക്രോസ് ഓവറിലോട്ട് പോകുന്നു. ക്രോസ് ഓവറിൽ എന്താണോ ഫ്രീക്വൻസി സെറ്റ് ചെയ്തിട്ടില്ല അതനുസരിച്ച് സ്പീക്കറിലോട്ട് പോകുന്നു. പക്ഷേ ആക്റ്റീവിൽ നേരെ തിരിച്ചാണെന്നും നമ്മൾ ഇൻഡിവിജ്വൽ കണക്ഷൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു ഗ്രാഫ് കാണിക്കുന്നേ ഉള്ളൂ. ചാനൽ എന്ന് പറയുന്ന 1 ഈ 1 എന്ന് പറയുന്ന ചാനലാണ് നമുക്ക് 3 വേ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ലെഫ്റ്റ് ട്യൂട്ടറാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിനകത്ത് നമുക്ക് ഇവിടെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യാം. ഇപ്പം 3000 ആണുള്ളത്, 4000 ആക്കുന്നുണ്ടെങ്കിൽ 4000 ആക്കാം. നമുക്ക് വേണ്ട രീതിയിൽ ഇവിടെ ഫ്രീക്വൻസി ട്യൂട്ടറിൻ്റെ കേപ്പബിലിറ്റി അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് 2 എന്ന് പറയുന്നത് ഫ്രണ്ട് റൈറ്റ് ട്യൂട്ടർ, അതുപോലെ ലെഫ്റ്റ് റൈറ്റ് മിഡ് റേഞ്ചുകൾ. ഇതിൻ്റെ എല്ലാം ഫ്രീക്വൻസി നമുക്കിവിടെ കസ്റ്റം സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താണോ വേണ്ടത് അത് രീതിയിൽ ചെയ്യാം. ഇത് മിഡ് ബേസ് ആണ്, മിഡ് ബേസിൻ്റെ സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ 7-8 ഞാൻ സബ് ഊഫറാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഈ 1 എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏത് ചാനൽ എടുത്തു കഴിഞ്ഞാലും നമുക്കിവിടെ ഇത്രയും ഈക്വലൈസർ കിട്ടും. ഇത്രയും ഈക്വലൈസറും ഇത്രയും സെറ്റപ്പും ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്യാൻ നമുക്ക് സൊല്യൂഷൻസ് ആയി. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഈക്വലൈസർ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് റൈറ്റ് നമുക്ക് സെപ്പറേറ്റ് വേറെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ലിങ്ക് ചെയ്തുകൊണ്ടാണ് രണ്ടും കൂടി ഒരുമിച്ച് കിടക്കുന്നത്. ഇത് വേറെ രീതിയിൽ ട്യൂൺ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ, രണ്ടും 2 രീതിയിൽ ട്യൂൺ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും സെറ്റപ്പ് നമുക്ക് ഇതിനകത്ത് ഇത് ട്യൂൺ ചെയ്യാൻ വേണ്ടി കിട്ടും. ഇപ്പോൾ സിംഗിൾ ചാനലിൽ ഇത്രയും ഈക്വലൈസർ കിട്ടും, സ്ലോപ്പ് കിട്ടും. ഇതുപോലെ ഇതിൻ്റെ ടൈം എലമെൻറ്റ് സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ ടൈം എലമെൻറ്റ് ഉണ്ട്. 1 ഇൻഡിവിജ്വൽ ഇത് ഇപ്പോൾ ഇവിടെ ഒരെണ്ണം കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ലെഫ്റ്റ് മിഡ് റേഞ്ച്, ഇവിടെ ഇപ്പോൾ മിഡ് റേഞ്ചിനുള്ള ടൈം എലമെൻറ്റ് സൊല്യൂഷനായി. അപ്പം ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് സെറ്റിങ്സ് ഈ ഒരു ചാനലിന് വേണ്ടി നമുക്ക് കിട്ടും. ഇതുപോലെയുള്ള ഇൻസ്റ്റാളേഷനുകൾ നമുക്ക് സമയം അധികം വേണം. കാരണം ഇതിൻ്റെ വയറിങ്സ് എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു നോർമൽ ഇൻസ്റ്റാളേഷൻ പോലെ ഒരു ആക്റ്റീവ് പ്രോസസ്സർ വെച്ചുള്ള ഒരു ആക്റ്റീവ് ഇൻസ്റ്റാളേഷൻ പോസിബിൾ അല്ല. അത് സ്പീക്കർ റണ്ണിങ് ആവാനുള്ള സമയം, അതുപോലെ ട്യൂണിങ് കഴിഞ്ഞ് പിന്നീട് അതിനെ മാനുവലി കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ഫേസ് ഇഷ്യൂസ് എല്ലാം ക്ലിയർ ചെയ്യാനുള്ള സമയത്ത് ഒരുപാട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വേണ്ടി വരും. അതുപോലെ നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് ഇട്ട് അതിനകത്തൊരു 3 വേ ആക്റ്റീവ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് പോസിബിൾ ആണ്. ഇപ്പോൾ ഏറ്റവും ബേസിക് ഒരു 2 വേ സ്പീക്കർ എടുത്ത് ഒരു മിഡ് ആഡ് ഓൺ ചെയ്തിട്ട് ഒരു DSP വെച്ച് കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആക്കാം. പക്ഷേ അങ്ങനെയുള്ള ഇൻസ്റ്റാളേഷൻ നിങ്ങൾ നല്ലൊരു ഓഡിയോ ഫയലാണെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്റ്റാളേഷന് പോവാതെ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രം 3 വേ ഇൻസ്റ്റാളേഷനിൽ പോവുക. അതല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ നല്ലൊരു 2 വേ പാസീവ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളായി ഞങ്ങൾ ഇനിയും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.